ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകണം, നമ്മൾ തന്നെ ചിറ കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീടിന് താഴെ തന്നെയായിട്ടൊരു ചിറയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഞങ്ങൾ കുടയൊക്കെ ചൂടിയാണ് പോണത്. അപ്പോൾ അവിടെ എന്തോരം വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. ചിലപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവും. ചിലപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാകും. ഇവരെന്നെ ഇടയ്ക്ക് പോണതാണ്. ഞാൻ പോയിട്ട് അവിടെ കുറേ നാളായി. ഇത് ചേട്ടൻ്റെ കൊച്ചാണ്. പേര് പറ. വീട് വിളിക്കുന്നത് അച്ചൂന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ തന്നെ വീടിൻ്റെ താഴെ ഭാഗത്ത് കൂടെ പോകണം. അപ്പോൾ ഒരുപാട് വഴിയൊന്നുമില്ല, ഇത്തിരി വഴിയുള്ളൂ ഗൈസ്, ഇത്തിരി വഴിയുള്ളൂ. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ എപ്പോഴും നല്ല സ്ഥലമാണ് അലക്കാനൊക്കെ. ചിലപ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ വരും. പണ്ടൊക്കെ എപ്പോഴും നമ്മൾ കുളിക്കാനൊക്കെ വരാറുണ്ട്, അലക്കാനൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ തന്നെ അങ്ങനെ പോവാറൊന്നുമില്ല. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ നല്ലതായിട്ട് വീടുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വീടുകളൊക്കെയാണ്. പുതിയ പുതിയ വീടുകളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ താഴത്തേക്കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ പാടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇത്രയും നേരം നല്ല മഴയായിട്ട് ഞങ്ങൾ തന്നെ പോരണ്ടാന്ന് ചോദിച്ചിരുന്നതാണ്. അപ്പോൾ തന്നെ കുറച്ചൊന്ന് മഴ മാറിയപ്പോൾ ഞാനും അച്ഛനും കൂടി ഇറങ്ങിയതാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തോരം വെള്ളമുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പുതിയ പുതിയ വീടുകൾ വന്നേക്കണം. ഇവിടെ ഈ ഭാഗത്തൊന്നും വീടുകളൊന്നും ഉണ്ടായില്ല. അച്ഛനാണ് ഇതേ പോണത്. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് എനിക്കറിയില്ല. ബാബാ ഇവിടെയൊക്കെയാണ് തെന്നി തീർച്ചെടുക്കുന്ന സ്ഥലമാണ്. കണ്ട ഇവിടെയൊക്കെയാണ് പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ഈ പ്രദേശം. മഴയത്ത് കാറ്റിടിഞ്ഞ് മതില് അടിക്കും. കണ്ടത് ഇവിടെ ഒക്കെ കണ്ടോ, ഇതിലൊക്കെ പോകുമ്പോ കണ്ട് ഇവിടെയൊക്കെ തന്നെ വെള്ളമാണ്, വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടെയൊക്കെ. അവിടുന്നും ഇവിടുന്നും ഈ വെള്ളതേ കൂടിയ അങ്ങോട്ടേക്ക് തന്നെ അതിലാണ് പോണത്. അപ്പൊ നമ്മളിത് ചെറുഭാഗം എത്താറായി ഗേസ്. ഞാൻ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഇറങ്ങിയതാണ് ഞാനും അച്ഛനും. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ വീടുകൾ അങ്ങനെ വെള്ളം കയറില്ല. ഇതിപ്പോൾ പാടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കയറിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് തന്നെ അങ്ങോട്ട് വെള്ളമൊന്നും കയറൊന്നുമില്ല. ഇതൊക്കെ പുതിയ വീടുകളാട്ടോ. ഇതാണ് പോലീസിൻ്റെ വീടാ. പിന്നെ ഇവിടെയൊക്കെ വാഴയും ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ചെറുഭാഗം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിറ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ തെന്നി കിടക്കണ സ്ഥലം കേട്ടോ, വീടല്ലേ. അപ്പം നമ്മുടെ ചെറുത് ഇവിടെയാണ് നമ്മൾ പണ്ട് ഇവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അത് ഞങ്ങളിതേ ഇവിടെ നിന്നിട്ട് ഇതിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇവിടെ വലിയ കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര താഴ്ചയാണ്. അതുപോലെ ആ സൈഡ് തന്നെ ഞങ്ങൾ അവിടെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം തന്നെ അങ്ങനെ വരാറൊന്നുമില്ല. ഇവിടെ തന്നെ പുല്ലുമൊക്കെ പിടിച്ചിപ്പോൾ കിടക്കാം ഈ സ്ഥലത്ത്. പിന്നെ ആ ഭാഗത്ത് ആ ഏരിയയിലൊക്കെ ഞങ്ങൾ പോവാറുണ്ടായി പണ്ട്. ഇപ്പം തന്നെ മഴ ഡെയിലി ഉള്ളത് കൊണ്ട് മിക്കവാറും വെള്ളം ഇതിനെക്കാട്ടിനും കൂടുതൽ കയറും. ഇവരൊക്കെ എപ്പോഴും വന്നതാട്ടോ ഇവിടെയൊക്കെ. വീഴതിട്ടാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അയ്യോ അങ്ങോട്ട് പോണ്ട. കണ്ട ഇവിടെയൊക്കെ താഴ്ച ഉണ്ടോന്ന്, കാലം അങ്ങനെ താഴ്ന്നു കഴിക്കാനത് കണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോന്ന് അറിയാതെ ഇവിടെയൊക്കെ അത് ഇത്രയും വെള്ളം വലി കയറിയിട്ടുണ്ട്.
കണ്ടോ? അതാണ് നമ്മുടെ പൈനാപ്പിൾ തോട്ടം. ആ ഭാഗത്ത് ശരിക്കും പറഞ്ഞ റബ്ബറും തോട്ടമൊക്കെ ആയിരുന്നു. പിന്നെ ആ റബ്ബറെല്ലാം ഫുള്ളും വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പൈനാപ്പിളാണ് വെച്ചേക്കണത്. കണ്ടോ? ആ ഭാഗത്ത് അവിടെയൊക്കെ ഞങ്ങൾ തന്നെ പണ്ട് വിറകൊക്കെ പറക്കാൻ വരാറുണ്ടായി റബ്ബറും തോട്ടം ഉള്ള സമയത്ത്. ഇപ്പം പൈനാപ്പിൾ തോട്ടമാണ്. ബാ, ഇപ്പോൾ ഒരു പൊടിയ മഴ, മിക്കവാറും ഇവിടെ മഴ, നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെ വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലയോ, മഴയുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഹായ് കൊടുക്ക്. കണ്ടോ? പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ വെള്ളത്തിന് കുറച്ച് ഇതുള്ളത് കൊണ്ട് അവിടെയായിട്ട് തന്നെ കിണർ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കിണറിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് തന്നെ വെള്ളം കിട്ടണത്. അവിടൊക്കെ വെള്ളം വീഴത് കണ്ടോ? പണ്ട് തന്നെ ഇവിടെ ഒന്നും ഇങ്ങനെ പുല്ലൊന്നും ഉണ്ടായൊന്നുമില്ല. ഇവിടെ നല്ല ക്ലീനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ ഇങ്ങനെ ആരും വരാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ക്ലീനൊക്കെ ചെയ്യാറുണ്ട്. കണ്ടോ? ഇവിടെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നീങ്ങിക്ക് അങ്ങോട്ട് ഇറങ്ങണ്ട. ഒന്നാമത് അവിടെ തെന്നി കിടക്കണോണ്ട് മതിലോ ഏത് കല്ലുണ്ടോ? ആ, പണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടതുകൊണ്ടേ ഇപ്പം അതൊക്കെ മാറ്റി ഇവിടെയൊക്കെ തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഇത്. ഞങ്ങള് കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ വന്നതാ. അത് മീൻ കിട്ടിയാ? അത് ചത്തുപോയി. കഴിഞ്ഞ അച്ഛനോട് വന്നതാ. ഇവിടെയൊക്കെ റബ്ബറും തോട്ടം കേട്ടോ. ഇവിടെയൊക്കെ ഈ റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഏരിയയിലൊക്കെ റബ്ബറും തോട്ടം ഉണ്ടായതൊക്കെയാണ് വെട്ടിക്കളഞ്ഞത്. പിന്നെ ഇവിടെ പാടം, പിന്നെ ആ സൈഡിൽ ഒരു തോട് പോലെ ഉണ്ട്. അവിടെ ഞങ്ങൾ പോവാറുണ്ടായി. ഇവിടെ വെള്ളത്തിന് പ്രശ്നമുള്ള സമയത്ത് അവിടെയും ഇവിടേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ആ പണ്ട്. ഇപ്പൊ അങ്ങനെ കുളിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് പാടത്ത് പോകാം. അപ്പം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി നമുക്കിനി പാടം കാണാൻ പോവാം അല്ലേ? നമുക്ക് പാടത്ത് പോയിട്ട് അവിടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കേ, അപ്പം അടുത്ത് നിങ്ങളെ പാടം കാണിച്ചു തരാം. പാടത്തും വെള്ളമൊക്കെ ചെറിയ കിടക്കണ്ടാവും. നമുക്കതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. രണ്ട് സൈഡ് ഉണ്ട് ഗൈസ്. കണ്ട, ഈ വഴി ഇതിലെ കയറിയപ്പോഴാണ് നമ്മൾ ചിറ കാണാൻ പോയത്. പിന്നെ ഈ വഴി നേരെ തന്നെ പോകുമ്പോഴാണ് നമ്മുടെ പാടത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഏരിയയിൽ ഫുള്ളും കൃഷിയിടങ്ങളാണ്. വാഴയും പൈനാപ്പിളും അങ്ങനെയൊക്കെ. നമുക്ക് അങ്ങോട്ട് പാടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഗൈസ്. അവിടെ നമുക്ക് നിങ്ങളെ തന്നെ തോട്ടം കാണിച്ചു തരാം, പൈനാപ്പിൾ തോട്ടം. ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇതാണ്. ഇപ്പോഴും നല്ല മഴയാട്ടോ ഇവിടെ. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലേ ഇവിടെ നല്ല മഴയാണ്. അപ്പം ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളം കൂടിയല്ലോ. നമ്മളിതിൻ്റെ അക്കരെ നിന്നപ്പോഴാണ് അവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചത്. കണ്ട, ഇതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ. മഴ കാരണം ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പാടം. ഇവിടെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ നട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങള് പൂച്ചക്കുഞ്ഞിനെ എടുത്തത്. ഒരു ദിവസം ഇവർ തന്നെ ഇവിടെ വന്നപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു. അതാണ് ഈ പറയണത്. എന്താ പൂച്ചേനെ ഇവിടെ തന്നെ കൊണ്ട് കിട്ടുമല്ലേ? ഒരു വെള്ളപ്പൂച്ച, ഒരു കറുത്ത പൂച്ച. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മഴക്കാലമായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ തന്നെ പാടത്തിൽ ഇത് ഇത്രയും വെള്ളം വനി കേൾക്കാണ്. ഇവിടെ ഇപ്പോഴും തന്നെ ആൾക്കാർ പണിയുണ്ട് കേട്ടോ. അങ്ങോട്ട് വീഴല്ലേ കേട്ടോ. വേണ്ട 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 വേണ്ട, ഇറങ്ങൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇത്രയും വെള്ളം വനി കയറിയിട്ടുണ്ട്. പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പോവാൻ ഇനി ഇത് മഴ കൂടിയാ പിന്നെ വെള്ളം കയറും. ഇതിലോ ഇവിടെ ഫുള്ളും വെള്ളം കയറിയെന്നാണ് പറയണത്. എൻ്റെ ഇവിടെ മേളില് പണ്ട് നമ്മളിവിടെ മറ്റേ ബബിൾസ് നാളിന് കളിക്കാൻ വന്നതായിട്ട് ആ വീട്ടിൽ നമ്മൾ ബബ്ലൂസ് നാരങ്ങയൊക്കെ പറിക്കാൻ വരാറുണ്ടായി. ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ ഇല്ല ഗൈസ്. ഇവിടെ മഴ കൂടി വരാട്ടോ. ചിലപ്പോ വെള്ളം കയറും, ചിലപ്പോ വെള്ളം കയറും. അത് അങ്ങനെയാണ് ഈ മഴയുടെ ഗോസ്റ്റ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഏരിയയുടെ ഭാഗം. അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ വീടുകളൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഫുള്ളും. പിന്നെ അറ്റത്തൊരു വീടുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഇതിൽ അങ്ങനെ വരാറില്ല. ഇവിടെ ഈ റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായ സമയത്ത് വിറകൊക്കെ പറക്കാൻ അങ്ങനെ വരാറുണ്ടായി. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം വരണമൊന്നും ഉണ്ടായില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വാ. ഇവിടെ ഫുള്ളും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരാം. അപ്പോൾ ഓക്കേ, ബൈ ബൈ, സീ യു.